നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടവർ വഴിയിൽ വെച്ച് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വിവാഹത്തിന് പങ്കെടുക്കാൻ നാട്ടിലേക്ക് വന്നവർ സഞ്ചരിച്ച കാറ് മരത്തിലിടിച്ച് 4 പേർക്ക് ദാരുണാന്ത്യം. ബംഗളൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് അപകടമുണ്ടായത്. കുംഭം കുന്നുമൽ മടപ്പുരയ്ക്ക് സമീപം കണ്ണൂർ മട്ടന്നൂർ അന്തർ സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. തൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കർണാടക സ്വദേശികളായ 4 കൂട്ടുകാരുമൊത്താണ് അലവിൽ സ്വദേശിയായ ഷാൻ ബംഗളൂരിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടത്. വൈകുന്നേരത്തോടെയായിരുന്നു ഇവർ നാട്ടിലേക്ക് പുറപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 11:10 ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 4 പേർ മരിച്ചു. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോയി. അത്രയും ശക്തമായിട്ടാണ് ഈ വാഹനം ഇടിച്ചതെന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം, ശബ്ദം കേട്ട് ഓടിയ രക്ഷാപ്രവർത്തകരൊക്കെ കണ്ടത് വളരെ ഭീകരമായ കാഴ്ചയാണ്. ഷാൻ, റിസ്വാൻ, പരം ചേത്രി, ഹർഷ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പ്രാഥമിക വിവരമനുസരിച്ച് അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയും ബാക്കിയുള്ളവർ ഉത്തരേന്ത്യൻ സ്വദേശികളുമാണ് എന്നാണ്. മരിച്ചവരിൽ ഒരാൾ അലവിൽ സ്വദേശി സിറാജിന്റെ മകൻ ഷാൻ ആണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു. 22 വയസ്സുകാരൻ ഷാനിന്റെ സുഹൃത്തുക്കളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് പേഴ്സ്, മൊബൈൽ ഫോണുമൊക്കെ കിട്ടി. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ നിന്നാണ് മരിച്ചവരിൽ ഒരാളെ തിരിച്ചറിയാൻ സാധിച്ചത്. ഷാൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച ബംഗളൂരിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് വരികയായിരുന്നു ഇവർ. ഇതിനിടെയാണ് പകുതി വഴിയിൽ അപകടം പതുങ്ങിയിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീ പിടിച്ചു. ശബ്ദം കേട്ടു, വലിയൊരു ശബ്ദം കേൾക്കുന്നു. നാട്ടുകാരൊക്കെ ഓടിയെത്തുന്നു. പിന്നാലെ അവർ കാണുന്നത് കത്തുന്ന കാറാണ്. ഓടിയെത്തി നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ കെടുത്തി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. തുടർന്ന് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ച് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തു. 3 പേരുടെ മൃതദേഹം ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഒരാളുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. സംഭവം അറിഞ്ഞ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി അപകട സ്ഥലത്തെത്തി. അദ്ദേഹം അപകടത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി മട്ടന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷ പരിപാടിക്കിടെയാണ് അപകട വിവരം അറിഞ്ഞ് ബന്ധുക്കൾ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞെത്തിയത്. വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വിവാഹ ആഘോഷ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹപാഠികളും കൂട്ടുകാരുമായ 4 പേർക്കൊപ്പം ഷാൻ വന്നത് എന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടുള്ള യാത്ര തുടങ്ങിയത് പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വീട്ടിലെത്താൻ വെറും 1/2 മണിക്കൂർ മാത്രം അവശേഷിക്കവെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മരത്തിലിടിച്ച് തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെടുത്തതെന്ന് ആംബുലൻസ് ഡ്രൈവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിവാഹാഘോഷത്തിന് അണിയാനുള്ള വസ്ത്രങ്ങളടക്കം ആ കാറിൽ ചിതറിക്കിടക്കുന്നത് ഒരു നൊമ്പര കാഴ്ചയായി മാറി. ഏറെ സാഹസപ്പെട്ടാണ് ഈ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ വാഹനത്തിന്റെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മട്ടന്നൂരിലെ ആംബുലൻസ് ഡ്രൈവർ സുധീഷ് അടക്കമുള്ളവർ അവരെ പുറത്തെടുക്കാനുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ വളരെ വേദനാജനകമെന്നാണ് സുധീഷ് പറയുന്നത്. രാത്രി 11:35 അപകട വിവരം അറിഞ്ഞ് ആംബുലൻസുമായി സുധീഷ് പുറപ്പെട്ടത്. ഓരോരുത്തരെയായി ഓരോ ആംബുലൻസിലായി കയറ്റി വിടുകയുണ്ടായി. തൻ്റെ ആംബുലൻസിൽ കയറ്റിയ ആൾക്ക് CPR കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നില കൂടുതൽ വഷളായിരുന്നു. അതുകൊണ്ട് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിവാഹ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞ് അവരുടെ ബന്ധു കൂടിയാണ് മരിച്ചത്. അപ്പോൾ തന്നെ അവർ ഒട്ടേറെ വാഹനങ്ങളായി ചാലയിലെ BMH ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. കൂടെ അപകടത്തിൽപ്പെട്ടവരുടെ പേര്, വിവരങ്ങളും മറ്റും ബന്ധുക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. കാരണം അത് ഷാനിൻ്റെ സുഹൃത്തുക്കളാണ്. ആരൊക്കെയാണ് മരിച്ചത്, ആരൊക്കെയായിരുന്നു ഈ ഒരു അപകടത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ ഷാനിനൊപ്പം പുറപ്പെട്ടത് എന്നതൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. പഠനം പൂർത്തിയാക്കി 2 മാസം മുൻപാണ് ഷാനും കൂട്ടുകാർക്കും ബംഗളൂരുവിലെ വിവിധ കമ്പനികളിൽ ജോലി കിട്ടിയത്. ഇവരെല്ലാം ബംഗളൂരിലെ ഒരേ കോളേജിൽ പഠിച്ചവർ. ജോലി കിട്ടിയ ശേഷം കൂട്ടുകാർക്കൊപ്പമുള്ള കൂടിച്ചേരലും ഒന്നിച്ചുള്ള യാത്രയുമാണ് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. ഒരാൾ അപകട സ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ. 3 പേരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നാണ് നിലവിലെ സംശയം. വഴിയരികിലെ തണൽ മരത്തിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാലും കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടത്തിൽ. മട്ടന്നൂർ പോലീസും അഗ്നിരക്ഷാ സേനയുമാണ് സ്ഥലത്തെത്തിയത്. കുമ്പം സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവരൊക്കെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട്. ഈ ഒരു സ്ഥലം ഒരു അപകട മേഖലയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ കുതിച്ചെത്തിയവരാണ് വഴിയിൽ ഈ ഒരു വാഹന അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അതും 22 വയസ്സുകാരനാണ് ഒരാൾ. അത്തരത്തിൽ പ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വളരെ വേദനാജനകമായ സംഭവം. ആ വിവാഹ വീട്ടിലേക്ക് എത്തിയ വാർത്ത വളരെ വേദനാജനകം, ഹൃദയഭേദകമായ അപകടം. കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടവും കൂടി ഉണ്ടായി. തിരുപ്പൂർ ജില്ലയിലെ ഉദുക്കുളിക്ക് സമീപം വാഹന അപകടത്തിൽ 6 മരണം. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സേലം സ്വാമിനാഥപുരം സ്വദേശി S ഈശ്വരൻ, ഭാര്യ തിരുമകൾ, മരുമകൻ കോളേജ് ഫാക്കൽറ്റി അംഗമായ M മുകിലൻ്റെ 3 വയസ്സുള്ള മകൻ ശ്രീനിത്, 9 മാസം പ്രായമുള്ള മകൻ കനീഷ്, ഈശ്വരൻ്റെ ബന്ധു J ശിവഗാമി, അതുപോലെ തന്നെ ഇവരാണ് മരിച്ചത്. പരിക്കേറ്റ മുകിലിൻ്റെ ഭാര്യ ഹേമ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, തിരുപ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം സംഭവിച്ചത്. കുടുംബം സഞ്ചരിച്ച കാർ ഡീസൽ ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു മരണ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈശ്വരനാണ് കാർ ഓടിച്ചിരുന്നത്. ഉദുക്കുളിക്ക് സമീപം എതിർദിശയിൽ നിന്ന് വന്ന ഡീസൽ ടാങ്കർ ട്രക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഉദുക്കുളി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുപ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഒളിവിൽ പോയ ട്രക്ക് ഡ്രൈവർക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപകടങ്ങൾ എപ്പോഴും അത് വളരെ വേദനാജനകം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തിരുവല്ലത്തുണ്ടായ അപകടവും അതായത് പിറന്നാൾ ദിനത്തിൽ ഒരു ആൾക്ക്, അതായത് സുഹൃത്തുക്കളായ യുവാവ് മരിച്ചു. പിറന്നാൾ ദിനത്തിലാണ് ഈ വാഹന അപകടം ഉണ്ടായത്. അവിടെയും സ്ഥിര അപകട മേഖലയിൽ നിന്ന് നാട്ടുകാർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരുപാട് റോഡ് അപകടങ്ങളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. എന്തായാലും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിവതും ഒരു സ്വയം ബോധവൽക്കരണം, അതായത് പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാലിച്ചും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയും ഒക്കെ മാക്സിമം ജീവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.